പുറത്തുള്ള മോഷ്ടാക്കളെക്കാൾ കൂടുതൽ ഇപ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ മോഷണം നടത്തുന്ന കള്ളന്മാരാണുള്ളത്. പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോണിന്റെ പേരിലാണ് ഇപ്പോൾ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യുവാവിന്റെ ഫോണിലേക്ക് പ്രധാനമന്ത്രി ലോൺ, മുദ്രാ ലോൺ എന്നിങ്ങനെയുള്ള പേരുകളിൽ വ്യാജ മെസ്സേജുകൾ എത്താൻ തുടങ്ങി. ഇതിനൊപ്പം ഉണ്ടായിരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ വന്ന ഒരു അപേക്ഷ പൂരിപ്പിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ഒരു കോൾ വന്നു. 50,000 രൂപയാണ് ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിന്റെ ഇൻഷുറൻസ് ആവശ്യത്തിനായി 3,750 രൂപ അയച്ചു കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടു. ഇത് പ്രകാരം 3,750 രൂപ നൽകിയതിനെ തുടർന്ന് 50,000 രൂപ ക്രെഡിറ്റ് ആയതായി കാണിച്ച് ഫോണിൽ ഒരു SMS സന്ദേശം ലഭിച്ചു. എന്നാൽ അക്കൗണ്ട് ബാലൻസ് പരിശോധിച്ചപ്പോൾ അതിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഉടനെ യുവാവ് തന്നെ വിളിച്ച നമ്പറിൽ ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞു. 9,000 രൂപ കൂടി അയക്കണമെന്നും 59,000 രൂപ ഉടനെ അക്കൗണ്ടിൽ ലഭിക്കുമെന്നുള്ള അറിയിപ്പാണ് അപ്പോൾ ലഭിച്ചത്. അപ്പോൾ ഉഡായിപ്പ് മനസ്സിലാക്കിയ യുവാവ് തനിക്ക് ലോൺ വേണ്ടെന്നും പൈസ തിരിച്ചയക്കാൻ, അതായത് താൻ നൽകിയ 3,750 രൂപ തിരിച്ചയക്കാനും പറഞ്ഞു. ലോൺ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 1,000 രൂപ നൽകണമെന്നായിരുന്നു അപ്പോൾ അവിടെയുള്ള ഉഡായിപ്പന്മാരുടെ മറുപടി. അതിനുശേഷം യുവാവ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് നൽകുകയായിരുന്നു. താൻ കബളിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യുവാവ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് നൽകുകയായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരും ഇപ്പോൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് എങ്ങനെ പണം സമ്പാദിക്കാം എന്ന് കരുതുന്ന ആളുകളാണ്. എങ്ങനെ ആളുകളെ തട്ടിച്ച് പണം സമ്പാദിക്കാം എന്ന് കരുതുന്നു അവർ. ഏതൊക്കെ രീതിയിൽ അവർക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുമോ അതൊക്കെ അവർ ചെയ്യും. ആളുകളുടെ പ്രൈവസിയെയോ സമ്പത്തിനെയോ അവർക്ക് വിഷയമല്ല. പണത്തിന് ആവശ്യമുള്ള സാധാരണക്കാരനെ തിരഞ്ഞു പിടിച്ച് ഇവർ പറ്റിക്കും. എവിടെ പോയാലും ഫോൺ നമ്പറും ഡീറ്റെയിൽസും നൽകേണ്ട ആവശ്യമാണ് ഇപ്പോൾ. ഈ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് പല ആളുകളും നമ്മുടെ പണം തട്ടിയെടുക്കാനായി വിളിക്കുന്നുണ്ടാവുക. ഓൺലൈനായി ലോൺ എടുക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നൽകുന്നുണ്ട്. ലോൺ ലഭിച്ചില്ല എങ്കിൽ പോലും നമ്മുടെ ഡാറ്റ അവർക്ക് ലഭിക്കുകയാണ്. ആ ഡാറ്റ അവർക്ക് ഡാർക്ക് വെബിലോ മറ്റോ പോയി വിൽക്കാനും സാധിക്കും. ഇങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമ്മൾ പരമാവധി നമുക്കറിയുന്ന കമ്പനികളിൽ മാത്രം ലോൺ അപ്ലൈ ചെയ്യുക. അതായത് നമുക്കറിയാവുന്ന ബാങ്കുകളിൽ മാത്രം ലോൺ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ആപ്പുകൾക്കും, എല്ലാ ബാങ്കുകൾക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ആപ്പുകൾ ഉണ്ടാവും. അതുവഴി മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓൺലൈനായി പല ലിങ്കുകളും ക്ലിക്ക് ചെയ്ത് ഇതുപോലെ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അശ്രദ്ധ മൂലം ഇതുപോലെ നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഒരു കാര്യം മൈൻഡിൽ വയ്ക്കണം. ബാങ്ക് ഉദ്യോഗസ്ഥർ ഒരിക്കലും നിങ്ങളോട് OTP-യോ അതുപോലെ തന്നെ പണമോ ആവശ്യപ്പെട്ടില്ല. അത് ഗ്യാരണ്ടിയാണ്. ഇത് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആരും പറ്റിക്കില്ല. ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ ചിന്തിച്ചാൽ മതി. ആരെങ്കിലും നിങ്ങളെ വിളിക്കാനിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരിക്കലും നിങ്ങളോട് OTP-യോ അതുപോലെ പണമോ ആവശ്യപ്പെട്ടില്ല. അതുപോലെ തന്നെ മറ്റു പല തട്ടിപ്പുകളും നമുക്ക് ഇപ്പോൾ അറിയാവുന്നതാണ്. വെർച്വൽ അറസ്റ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളോട് പണം ആവശ്യപ്പെടുന്നവരോട് നിങ്ങൾ ഒരു അക്ഷരം പോലും സംസാരിക്കരുത്. നേരെ പോലീസിലോ മറ്റോ കംപ്ലൈൻറ്റ് ചെയ്യുക.